ഹലോ എവ്രി വൺ, വെൽക്കം ബാക്ക് ടു അവർ യൂട്യൂബ് ചാനൽ. ഇപ്പോൾ നമ്മൾ ഈ പോയിക്കൊണ്ടിരിക്കുന്നത് വാസ മ്യൂസിയത്തിലേക്കാണ്. സ്റ്റോക്ക്ഹോമിലെ ഒരു പ്രധാന അട്രാക്ഷനാണ് വാസ മ്യൂസിയം. കുട്ടികൾക്കും 18 വയസ്സിന് താഴെയുള്ളവർക്കും ഫ്രീ ഓഫ് ചാർജ് ആണ്. അല്ലെങ്കിൽ 20 യൂറോയ്ക്ക് മുകളിലാവും ഒരാൾക്ക് ടിക്കറ്റ്. ഇതാണ് സ്റ്റോക്ക്ഹോം വാസ മ്യൂസിയം. ഇത് സ്വീഡിഷ് നാവിക ചരിത്രത്തിലെ ഒരു പ്രധാനപ്പെട്ട സ്മാരകമാണ്. ഇവിടെ പ്രദർശിപ്പിച്ചിരിക്കുന്ന വാസ എന്ന യുദ്ധക്കപ്പൽ 1628 ആദ്യ യാത്രക്കിടെ തന്നെ മുങ്ങിപ്പോയി. എന്നാൽ 333 വർഷങ്ങൾക്ക് ശേഷം അതെങ്ങനെ പൂർണ്ണമായി ഉയർത്തി സംരക്ഷിച്ചു, ഇന്ന് കാണാൻ കഴിയുന്ന രീതിയിൽ ഈ മ്യൂസിയത്തിൽ എങ്ങനെ കൊണ്ടുവന്നു എന്നതൊക്കെയാണ് ഇതിൻ്റെ അത്ഭുതം. വാസ കപ്പൽ 98% യഥാർത്ഥ വസ്തുക്കളാൽ ആണ് നിർമ്മിച്ചിരിക്കുന്നത്. അതായത് ഇതുവരെ സംരക്ഷിക്കപ്പെട്ട ഏറ്റവും ശുദ്ധമായ പുരാതന കപ്പൽ. ഇതിൻ്റെ നിർമ്മാണ ശൈലി, കാഴ്ചപ്പാട്, കലകളും ശില്പങ്ങളും എല്ലാം തന്നെ അതിമനോഹരമാണ്. ഇവിടുത്തെ പൂർവികരുടെ സമുദ്രയാത്രകളും ആ സമയത്തെ സാങ്കേതിക വിദ്യയും ഈ മ്യൂസിയത്തിൽ നിന്ന് നമുക്ക് കാണാൻ സാധിക്കും. ഈ മ്യൂസിയത്തിലെ പല ഭാഗങ്ങളെക്കുറിച്ചുള്ള ഡീറ്റെയിൽഡ് ആയിട്ടുള്ള മാപ്പ് ഇവിടെയുണ്ട്. അതോടൊപ്പം തന്നെ ഈ മ്യൂസിയത്തെ പറ്റിയുള്ള ഇൻഫോർമേഷൻസ് അടങ്ങിയ ബ്രോഷറും ഇവിടെ ലഭ്യമാണ്. ഇത് പല ലാംഗ്വേജസിലുണ്ട്. എന്നാൽ ഇവിടെ ഹിന്ദിയിലുള്ള ഒരു ബ്രോഷർ ഞാൻ കണ്ടു, ഫോർ ഇന്ത്യൻസ്. ഏറെ അഭിമാനം തോന്നിയ ഒരു മൊമെൻ്റ് ആയിരുന്നു അത്. വാസ യുദ്ധക്കപ്പലിൻ്റെ ഒരു മിനിയേച്ചർ രൂപവും ഇവിടെ ഇവർ നിർമ്മിച്ചിട്ടുണ്ട്. ഈ മ്യൂസിയത്തിനുള്ളിൽ തന്നെ വാസ യുദ്ധക്കപ്പലിനെ കുറിച്ചുള്ള ഡോക്യുമെൻ്ററി പ്രദർശനമുണ്ട്. ഞങ്ങൾ എത്തിയ സമയം കറക്റ്റായിരുന്നു. ഡോക്യുമെൻ്ററി കാണാൻ കയറി. എങ്ങനെയാണ് വാസ യുദ്ധക്കപ്പൽ പുനരുദ്ധാരണം ചെയ്തത്, എന്തൊക്കെയായിരുന്നു അതിൻ്റെ പ്രോസസ്സ് എന്നതിനെക്കുറിച്ചുള്ള ഡീറ്റെയിൽഡ് ആയിട്ടുള്ള വീഡിയോ ആയിരുന്നു അത്. ഈ മ്യൂസിയത്തിൻ്റെ പല ഭാഗങ്ങളിലായി വാസ യുദ്ധക്കപ്പലിൻ്റെ പുനരുദ്ധാരണത്തിന് ഉപയോഗിച്ച പല വസ്തുക്കളും പ്രദർശിപ്പിച്ചിട്ടുണ്ട്. അതിനോടൊപ്പം തന്നെ ഓരോ ഏരിയയിലും ഗൈഡഡ് ടൂർസുമുണ്ട്. ഒരു കപ്പലിൻ്റെ ഏകദേശ രൂപരേഖയിൽ നിർമ്മിച്ചിട്ടുള്ള ഈ മ്യൂസിയത്തിൽ 3-4 നിലകളിലായി നിന്ന് ഇത് കാണുവാനുള്ള സൗകര്യമുണ്ട്. ഏറെ മനോഹരമായ കൊത്തുപണികളാൽ നിർമ്മിതമാണ് ഈ യുദ്ധക്കപ്പൽ. അങ്ങനെ വാസ മ്യൂസിയത്തിലെ കാഴ്ചകൾക്ക് ശേഷം ഞങ്ങൾ പുറത്തിറങ്ങി. ഇതിന് തൊട്ടടുത്ത് തന്നെയായാണ് ഒരു ഫെറി ടെർമിനൽ. ഈ സമയത്ത് ഇവിടെ നിന്നും പബ്ലിക് ഫെറികളുണ്ട്. നമ്മൾ ഓൾറെഡി എടുത്തിട്ടുള്ള ട്രാൻസ്പോർട്ടേഷൻ ടിക്കറ്റിൽ ഇതെല്ലാം ഇൻക്ലൂഡഡ് ആണ്. അതിനാൽ ഇനി പുതിയ ടിക്കറ്റ് എടുക്കേണ്ട ആവശ്യമില്ല. ഒരുപാട് ആളുകളുണ്ടായിരുന്നു ഈ ഫെറിയിൽ.
അങ്ങനെ ഫെറി യാത്ര ആരംഭിച്ചു. ഏറെ മനോഹരമായൊരു അനുഭവമായിരുന്നു അത്. സ്റ്റോക്ക്ഹോമിന്റെ മനോഹാരിത ഏറെ ഹൃദ്യമായി ആസ്വദിക്കാൻ സാധിച്ചു. അങ്ങനെ സ്റ്റോക്ക്ഹോം 2-ഡേ ട്രിപ്പ് ഇവിടെ അവസാനിക്കുകയാണ്. ഇനി തിരിച്ച് റിഗയിലേക്ക്. വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായെന്ന് കരുതുന്നു. താങ്ക്സ് ഫോർ വാച്ചിങ്. ബൈ.